ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബാക്കൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയെന്ന്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലും അഥവാ മലക്കുകളുടെ കൂട്ടത്തിലും ഏറ്റവും ശ്രേഷ്ഠത ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണെന്ന്. ബദറിൽ 5000-ഓളം മലക്കുകൾ പങ്കെടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരല്ലേ. ഒരാള് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ മുശ്രിക്കാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, ഈ മലക്കുകൾ 5000 മലക്കുകളില്ലേ, അവരൊക്കെ ഹയാത്തിലുള്ളവരല്ലേ, അവര് സഹായിക്കൂലേ? മാത്രമല്ല ബദരീങ്ങളായ സ്വഹാബാക്കൾ പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല ചെയ്യപ്പെട്ട ശുഹദാക്കളായ ആളുകളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെ എന്ന് കരുതേ. വലാ തഹ്സബന്ന, തീർച്ചയായും നിങ്ങൾ കരുതി പോകണ്ട. പിന്നല്ലേ വിശ്വസിക്കല്, കരുതാനേ പാടില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അപ്പം പറയും അത് ശുഹദാക്കളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. എന്നാൽ ശുഹദാക്കളെക്കാൾ മേലെ തട്ടിലാണ് ഔലിയാക്കൾ, സഹാബാക്കൾ. അവർക്കും മേലെ തട്ടിലാണ് അമ്പിയാക്കൾ. ശുഹദാക്കൾക്ക് അള്ളാഹു എന്തൊക്കെ പദവി കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഔലിയാക്കൾക്കും അതുപോലെ അമ്പിയാക്കൾക്കും അള്ളാഹു നൽകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കൾ, പൂർവികരായ ഉലമാക്കൾ, ആരിഫീങ്ങളായ ആളുകൾ പറഞ്ഞത്. അത് മഹാനായ മോയിൻകുട്ടി വൈദ്യർ എടുത്തുദ്ധരിക്കുന്നുണ്ട് ബദർ പടപ്പാട്ടിലൂടെ. ഖാലിസായ കരുത്തിനാലെ വിളിത്തു ബദരീങ്ങളെ, ഹാദിറുണ്ടെവിടത്തിലും തൻമുറാദ് പോൽ ക്ഷണം ഹാസിലായി. ഉറച്ച വിശ്വാസത്തോടുകൂടി ബദരീങ്ങൾ നമ്മുടെ ഹദറത്തിലേക്ക് വരും, അവർ ഹാദിറാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരാൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ ഹാദിറുണ്ടെവിടത്തിലും എവിടെയും അവർ ഹാദിറാകുന്നതാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അരിഫാം വലിയാക്കളിൽ ചിലർ ഉന്നി രോഗികൾ റസിലെ അങ്ക് കൈകളെ ബെത്തവർ